ഈ മാസം 18-ന് അസിസ്റ്റന്റ് പ്രൊഫസണൽ ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025-ലെ 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ഇ സന്തോഷ് കുമാർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2025-ലെ 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ഇ സന്തോഷ് കുമാർ ആണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ കേട്ടോ. തപോമയുടെ അച്ഛൻ. ഒന്നുകൂടെ പറയാം. 2025-ലെ 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. അടുത്ത പോയിന്റ്, 2025-ലെ 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? കെ ജി ശങ്കരപിള്ളയാണ്. കെ ജി ശങ്കരപിള്ള. അപ്പം കേരള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025-ലെ 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? കെ ജി ശങ്കരപിള്ള. കെ ജി ശങ്കരപിള്ള. അടുത്ത പോയിന്റ്, 2025-ലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? ഇ പി രാജഗോപാലനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2025-ലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? ഇ പി രാജഗോപാലനാണ്. ഈ ഇ പി രാജഗോപാലൻ ഒരു സാഹിത്യ വിമർശകനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. 2025-ലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? ഇ പി രാജഗോപാലനാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, 2026-ലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026-ലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആണ്. അപ്പൊ 2025-ലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, 2025-ലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ഗ്രാസ മാർഷൽ ആണ് കേട്ടോ. ഗ്രാസ മാർഷൽ ആണ്. 2025-ലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ഗ്രാസ മാർഷൽ ആണ്. ആരാണ് ഗ്രാസ മാർഷൽ? പ്രശസ്ത ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകയും മൊസാംബിക് മുൻ പ്രഥമ വനിതയുമാണ് ഗ്രാസ മാർഷൽ കേട്ടോ. അപ്പൊ ആരാണ് ഗ്രാസ മാർഷൽ? പ്രശസ്ത ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകയും മൊസാംബിക് മുൻ പ്രഥമ വനിതയുമാണ് ഗ്രാസ മാർഷൽ. പഠിച്ചു വെക്കണേ. 2025-ലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാവാണ് ഗ്രാസ മാർഷൽ. അടുത്ത പോയിന്റ്, 2025-ലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയിയുടെ പുസ്തകം ഏതാണ്? മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ പുസ്തകമാണ്. മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ പുസ്തകമാണ്. പഠിച്ചു വെക്കണം. 2025-ലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ അരുന്ധതി റോയിയുടെ പുസ്തകം ഏതാണ്? മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ പുസ്തകമാണ്. 2026-ലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2026-ലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2025-ലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതിയായിരുന്നു കേട്ടോ. അപ്പൊ കണക്ട് ചെയ്തോണേ. അടുത്ത പോയിന്റ്, മികച്ച മലയാളം നോവലിനുള്ള 2025-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ മായാ മനുഷ്യർ എന്ന് പറഞ്ഞ നോവലിലാണ്. മായാ മനുഷ്യർ എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കണേ. എന്താണ്? മികച്ച മലയാളം നോവലിനുള്ള 2025-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ എഴുത്തുകാരനാരാണ്? എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ മായാ മനുഷ്യർ എന്ന് പറഞ്ഞ നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, 2024-ലെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ശാരദയാണ് കേട്ടോ. 2024-ലെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ശാരദയാണ്. 2024-ലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ ടെസി തോമസ് ആണ്. 2024-ലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ ടെസി തോമസ് ആണ്. 2025-ലെ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ആർ വൈരമുത്തു ആണ് കേട്ടോ. അപ്പൊ 2025-ലെ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ആർ വൈരമുത്തു ആണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.
ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KP ശങ്കരനാണ് കേട്ടോ. KP ശങ്കരൻ 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? KP ശങ്കരനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പൊ 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? N പ്രഭാവർമ്മയാണ്. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? N പ്രഭാവർമ്മയാണ്. 2025 പ്രശസ്തമായ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് ലഭിച്ചതാർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. 2025 37ാമത് ജിമ്മി ജോർജ് പുരസ്കാര ജേതാവ് ആരാണ്? എൽദോസ് പോൾ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, PYQ ചോദിച്ചതാണ്, പഠിച്ചു വെക്കണം. 2025 37ാമത് ജിമ്മി ജോർജ് പുരസ്കാര ജേതാവ് ആരാണ്? എൽദോസ് പോൾ ആണ്. അദ്ദേഹം ട്രിപ്പിൾ ജംപ് താരമാണ് കേട്ടോ. എൽദോസ് പോൾ ട്രിപ്പിൾ ജംപ് താരമാണ്. 2025 ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ഹംഗേറിയൻ ആരാണ്? ഡേവിഡ് സാലോ ആണ് കേട്ടോ. ഡേവിഡ് സാലയാണ്, പഠിച്ചു വെക്കണം. 2025 ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ഹംഗേറിയൻ ആരാണ്? ഡേവിഡ് സാലയാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നടക്കുന്ന ഒരു 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡർ സെക്ഷൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസിന്റെ എല്ലാ നോട്ട്സും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആയിരിക്കും. അതുപോലെ തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതുപോലെ തന്നെ ഫോഴ്സ് എക്സാംസ്, അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ 10th ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് 10ഉം 20ഉം മാർക്കുകളാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് മുഴുവൻ കറണ്ട് അഫയേഴ്സും ഞാൻ സെറ്റാക്കി തരുന്നതാണ്. അപ്പൊ ഈ ഒരു ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. എന്താണ്, നമ്മളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. ആ 200 രൂപയ്ക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റാക്കി തരുന്നതാണ്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ, PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്, 2026 പത്മവിഭൂഷൺ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഒന്നാമത്തേത് VS അച്യുതാനന്ദന്. നമ്മുടെ VS അച്യുതാനന്ദന് മരണാനന്തരമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. പൊതുപ്രവർത്തന രംഗമാണ്. പൊതുപ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. പിന്നെ അദ്ദേഹം കേരളത്തിൽ നിന്നാണ്, മലയാളിയാണ്, അറിയാമല്ലോ. അപ്പൊ ഒന്നാമത്തെ ആള് VS അച്യുതാനന്ദൻ, മരണാനന്തരം. രണ്ടാമത്തെ ആള് ജസ്റ്റിസ് KT തോമസ്, പൊതുപ്രവർത്തന മേഖലയാണ്, മലയാളിയാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ആള് ജസ്റ്റിസ് KT തോമസ്, പൊതുപ്രവർത്തന മേഖലയാണ്. മൂന്നാമത്തെ ആള് P നാരായണൻ, സാഹിത്യം വിദ്യാഭ്യാസ മേഖല, മലയാളിയാണ് കേട്ടോ. P നാരായണൻ, സാഹിത്യം വിദ്യാഭ്യാസ മേഖല, മലയാളിയാണ്. നാലാമത്തെ ആള് ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്, മരണാനന്തരമായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. കലാവിഭാഗത്തിൽ നിന്നാണ്, ബോളിവുഡ് നടനാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്. അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. അഞ്ചാമത്തെ ആള് MS രാജം, കലാവിഭാഗത്തിൽ നിന്നാണ്, മേഖല കലയാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. 2026 പത്മവിഭൂഷൺ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ഒന്നാമത്തെ ആള് VS അച്യുതാനന്ദൻ, മരണാനന്തരം, പൊതുപ്രവർത്തന മേഖല, മലയാളിയാണ്. രണ്ടാമത്തെ ആള് ജസ്റ്റിസ് KT തോമസ്, മലയാളിയാണ്, പൊതുപ്രവർത്തന മേഖല. മൂന്നാമത്തെ ആള് P നാരായണൻ, സാഹിത്യം വിദ്യാഭ്യാസ മേഖല, മലയാളിയാണ്. നാലാമത്തെ ആള് ധർമ്മേന്ദ്ര സിംഗ് ഡിയോള്, മരണാനന്തരമാണ്, മേഖല കലയാണ്, ബോളിവുഡ് നടനാണ്, മഹാരാഷ്ട്ര സ്വദേശിയാണ്. അഞ്ചാമത്തെ ആള് MS രാജമാണ്, മേഖല കലയാണ്, ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അടുത്ത പോയിന്റ്, 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനുമാണ്. മമ്മൂട്ടിക്ക് കലാവിഭാഗത്തിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന് പൊതുപ്രവർത്തന മേഖലയിൽ നിന്നാണ്. SNDP യൂണിയന്റെ SNDPയുടെ
ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ കേട്ടോ. അപ്പൊ 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. 2026 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ. അപ്പൊ 2026 പത്മശ്രീ ലഭിച്ച മലയാളികൾ 3 പേരാണ്. ആരൊക്കെയാണ്? എ മുത്തുനായകം ശാസ്ത്ര മേഖലയിൽ നിന്നാണ്. രണ്ടാമത്തെ ആള് കലാമണ്ഡലം വിമല മേനോൻ കലാ മേഖലയിൽ നിന്നാണ്. മൂന്നാമത്തെ ആള് കൊല്ലക്കയിൽ ദേവകിയമ്മ. കൊല്ലക്കയിൽ ദേവകിയമ്മ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിന്നാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ് കേരള പുരസ്കാരങ്ങൾ 2026 പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫസ്റ്റ് തന്നെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി പുരസ്കാരം 2026 ലഭിച്ചത് MR രാഘവ വാര്യർക്കാണ്. വിദ്യാഭ്യാസ മേഖലയാണ് അദ്ദേഹത്തിന്റെ മേഖലയായിട്ട് വരുന്നത്. മേഖല വിദ്യാഭ്യാസമാണ്. അപ്പൊ കേരള ജ്യോതി പുരസ്കാരം 2026 ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യരാണ്. വിദ്യാഭ്യാസ മേഖലയാണ്. രണ്ടാമത്തെ പുരസ്കാരമാണ് കേരള പ്രഭ പുരസ്കാരം. കേരള പ്രഭ പുരസ്കാരം 2026 2 പേർക്കാണ് ലഭിച്ചത്. PB അനീഷ് കൃഷി വിഭാഗത്തിൽ നിന്നും രാജശ്രീ വാര്യർ കലാവിഭാഗത്തിൽ നിന്നുമാണ് ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. 2026 കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്നാമത്തെ ആള് PB അനീഷ്, മേഖല കൃഷി. രണ്ടാമത്തെ ആള് രാജശ്രീ വാര്യർ, മേഖല കലായാണ്. അതുപോലെ തന്നെ കേരളശ്രീ പുരസ്കാരം 2026 5 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആള് ശശികുമാർ, മാധ്യമ പ്രവർത്തന മേഖല. രണ്ടാമത്തെ ആള് ഷഹൽ ഹസൻ മുസ്ലിയാർ കേട്ടോ. ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും. MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്നും. ജിലുമോൾ മരിയറ്റ് തോമസ് വിവിധ മേഖലകളിൽ നിന്നാണ് ലഭിച്ചത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ആള് അഭിലാഷ് ടോമി കായിക മേഖലയിൽ നിന്നും ലഭിച്ചു. അപ്പൊ 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണ് കേട്ടോ. ഗായത്രി സ്പിവാക് ആണ്. പഠിച്ചു വെക്കണേ. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണ്. 2025 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവാരാണ്? ലാസ്ലോ ക്രസ്നാഫോർക്കെ ആണ് കേട്ടോ. ലാസ്ലോ ക്രസ്നാഫോർക്കെ ആണ്. അദ്ദേഹം ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഒന്നുകൂടെ പറയാം. 2025 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവാരാണ്? ലാസ്ലോ ക്രസ്നാഫോർക്കെ ആണ്. അഥവാ എന്താണ്? ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഇദ്ദേഹം. അടുത്ത പോയിന്റ് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവാരാണ്? മരിയ കൊറീന മച്ചാഡോയാണ്. വെനസ്വേലൻ പൊതുപ്രവർത്തകയാണ് ഇവര് കേട്ടോ. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് ഒക്കെയായിരുന്നു ഇവര് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവാരാണ്? മരിയ കൊറീന മച്ചാഡോയാണ്. വെനസ്വേലൻ പൊതുപ്രവർത്തകയാണ്. അടുത്ത പോയിന്റ് 2025 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുപ്രിയ സാഹുവിനാണ്. സുപ്രിയ സാഹു പഠിച്ചു വെക്കണം. 2025 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുപ്രിയ സാഹുവിനാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖിനാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖിനാണ്. അടുത്ത പോയിന്റ് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റൽ പ്രോഗ്രാം അഥവാ UNEP-യുടെ പ്ലാനറ്റ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത്. 2025 UNEP-യുടെ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാരാണ്? ജിനാലി മോദിയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. UNEP-യുടെ അപ്പൊ ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ ഇവിടെ എന്താണ് പഠിച്ചത്? 2025 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ലഭിച്ചത് സുപ്രിയ സാഹുവിനും. ഇവിടെ എന്താണ്? UNEP-യുടെ 2025 യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ജിനാലി മോദിക്കാണ്. അവരുടെ ജിനാലി മോദി വാഴത്തട ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായ ലെതർ നിർമ്മിക്കുന്നതിനുള്ള നൂതന പ്രവർത്തനങ്ങൾക്ക് മുംബൈ സ്വദേശിയായ ജിനാലിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് കേട്ടോ. അപ്പം വാഴത്തട ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായ ലെതർ നിർമ്മിച്ചതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. UNEP-യുടെ 2025 യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ജിനാലി മോദിയാണ്. അടുത്ത പോയിന്റ് 2025 ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമാസ് ബോയ് എന്ന കഥയുടെ രചയിതാവാരാണ്? അഞ്ജന മേനോനാണ് കേട്ടോ. അഞ്ജന മേനോനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക.
2025 ചെറുകഥയ്ക്കുള്ള, ഒന്നുകൂടെ പറയാം, 2025 ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമ്മാസ് ബോയ് എന്ന കഥയുടെ രചയിതാവാരാണ്? അഞ്ജന മേനോനാണ്. 2025 തകഴി പുരസ്കാര ജേതാവാരാണ്? സേതുവാണ്. 2025 തകഴി പുരസ്കാര ജേതാവാരാണ്? സേതുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു കുറച്ച് പ്രധാനപ്പെട്ട അവാർഡ്സുകൾ അടങ്ങിയ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരാം. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ വെക്കുക. അപ്പൊ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.